ഉള്ളത് മംഗലാപുരം സെൻട്രലിലാണ്. ഇന്ന് നാട്ടിലേക്ക് പോവാണ്. ഇവിടെ മംഗലാപുരത്തെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് റിസൈൻ ചെയ്തിട്ട് വന്ദേ ഭാരതിന് പോവാണ് എറണാകുളത്തേക്ക്. ലഗേജ് നന്നായിട്ടുണ്ട്, ഒരു 7 ലഗേജ് എടുത്തുണ്ട്. അറിയത്തില്ല, ഇവിടെ ലഗേജ് ഓഫീസിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ലഗേജ് ബുക്ക് ചെയ്യാനും പറ്റില്ലെന്നൊന്നും പറഞ്ഞു. അപ്പം ഡയറക്റ്റ് കയറുവാണ്. ഫൈൻ അടിക്കുമല്ലോ എന്നുള്ള കാര്യം അറിയത്തില്ല, നമുക്ക് നോക്കാം. ഇതുണ്ട് പുറകിൽ നമ്മൾ പോകുന്ന വന്ദേ ഭാരതാണ് ഇരിക്കുന്നത്. എൻ്റെ ഏറ്റവും ഫ്രണ്ടിലാണ് C6 ആണ് എൻ്റെ ഇത്. അപ്പം 7 ലഗേജ് ഉണ്ട്. ഇപ്പോൾ 4 അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇനിയിപ്പോൾ ബാക്കിയും കൂടെ കൊണ്ടുവന്ന് വയ്ക്കാൻ പോവാണ്. ഇത്രയും ലഗേജ് ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ ഇതായിട്ട് സംഭവം പാഴ്സൽ ചെയ്തേനെ. അപ്പം ഇതൊന്ന് പോയി ഇന്ന് സെറ്റാക്കിയിട്ട് കാണാം. 6:25 വണ്ടി എടുക്കുന്നത്, എന്നുവെച്ചാൽ കാണാം. അങ്ങനെ വന്ദേ ഭാരതിൽ വന്നെത്തി. 35 ആണ് എൻ്റെ സീറ്റ്, വിൻഡോ സീറ്റാണ്. ലഗേജിൽ ഒരുവിധം അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. നോക്കാം എത്ര എമൗണ്ട് കാര്യങ്ങൾ, എക്സ്ട്രാ ഫൈന് കാര്യങ്ങൾ വരുമോ നോക്കാം. ഫൈൻ വന്നാലും കുഴപ്പമില്ല, പക്ഷേ GP ഉണ്ടായാൽ മതിയായിരുന്നു. നോക്കാം. എൻ്റെ അവസ്ഥ ഇതായി. ലഗേജെല്ലാം എടുത്തും പറക്കി എല്ലാം ഇതായിട്ട് ഈ അവസ്ഥയായി. പോർട്ടേഴ്സിന് ലഗേജ് ഇതാക്കാനായിട്ട് നോക്കിയായിരുന്നു, പക്ഷെ അവരാരും കണ്ടില്ല. അപ്പം നമ്മൾ തന്നെ എല്ലാം സെറ്റാക്കി. 6 മണി 6:25 വണ്ടി എടുക്കും. വെയിറ്റിംഗ്. അങ്ങനെ മംഗലാപുരം സെൻട്രലിൽ നിന്ന് നമ്മുടെ വന്ദേ ഭാരത് എടുത്തു. മംഗലാപുരം സെൻട്രലിൽ നിന്ന് വണ്ടി വിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഓൺ ടൈമിൽ തന്നെ വണ്ടി എടുത്തു. കൃത്യം 6:25 തന്നെ രാവിലെ വണ്ടി എടുത്തു. ഓൺ ടൈമിൽ തന്നെ, 1 മിനിറ്റ് പോലും ഡിലേ ആയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ തൊട്ടിപ്പുറത്തോടെ വേറെ ട്രെയിനോടൊപ്പം ഉണ്ട്. അത് ഷണ്ടിങ്ങിനായിട്ട് പോകുന്നതാണ്. ഷണ്ടിങ്ങിനായിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നിട്ട് റിട്ടേൺ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നിടാൻ വേണ്ടിയായിട്ട് പോകുന്നതാണ്. 2 ട്രെയിനും ഒപ്പം. ഒരു സൈഡിൽ വന്ദേ ഭാരത്, മറ്റേ സൈഡിൽ ഇതേത് വണ്ടിയാണ് ഇതെനിക്ക് തോന്നുന്നത്, ഇതാണെന്ന് എനിക്ക് തോന്നുന്നു, എറണാകുളമാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ വണ്ടി മംഗലാപുരത്ത് നിന്ന് അടുത്ത സ്റ്റേഷനായ കാസർഗോഡ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുവാണ്. മംഗലാപുരം സെൻട്രലിൽ നിന്ന് എടുത്തിട്ട്. ഇവിടെ സീറ്റ് അങ്ങനെ ഫുള്ള് ഫില്ലായിട്ടില്ല. കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ സീറ്റുകൾ കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള ബാക്കി സ്റ്റേഷനുകളാകുമ്പം ഫില്ലാവുമെന്ന് ആണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നമ്മുടെ വണ്ടി കാസർഗോഡേക്ക് നേത്രാവതി ലക്ഷ്യമാക്കി പോയി. അതായത് ഒരു കുപ്പിവെള്ളം കിട്ടി, ഒരു റെയിൽവേയുടെ റെയിൽ നീര്, ഒരു 10 രൂപയുടെ ഒരു ബോട്ടിൽ കിട്ടി. നേത്രാവതി എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ്. കിടക്കുന്നു തിരുവനന്തപുരം ലോകമാന്യ തിലക് എക്സ്പ്രസ് നേത്രാവതി എന്ന് എനിക്ക് തോന്നുന്നു. അതിവിടെ നേത്രാവതി പാലത്തിൻ്റെ ഇവിടെ പിടിച്ചിട്ടേക്കുവാണ്. എനിക്ക് അങ്ങനെ പ്രയോറിറ്റി ട്രെയിനായി ഇത് കടന്നു പോകാൻ വേണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു. വന്ദേ ഭാരത് കടന്നു പോകാനാണെന്ന് തോന്നുന്നു. അതെ വന്ദേ ഭാരത് കടന്നു പോകാനാണെന്ന് എനിക്ക് തോന്നുന്നു. നേത്രാവതി ഇട്ടേക്കണം ടുവേർഡ്സ് എറണാകുളം. അങ്ങനെ നേത്രാവതി മറികടന്നുകൊണ്ട് നമ്മുടെ വന്ദേ ഭാരത് നമ്മുടെ ആലപ്പുഴ വഴി പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്, തിരുവനന്തപുരം പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് നമ്മുടെ നേത്രാവതി പാലത്തിലേക്ക് കയറുവാണ്. പാലത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുവാണ്. ഇങ്ങനെ നമ്മുടെ വണ്ടി നേത്രാവതി എത്തി. നേത്രാവതി പാലം കിടക്കുവാണ്. രാവിലെയാണ് നേത്രാവതി പാലത്തിൽ വലിയ കാര്യമായിട്ട് തിരക്ക് കുറവാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതിൽ പാസഞ്ചേഴ്സിന് വേണ്ട സേഫ്റ്റി ഗൈഡ് ലൈൻസ്, അങ്ങനെ പല കാര്യങ്ങൾ, എല്ലാ ഗൈഡ് ലൈൻസും പതിപ്പിക്കുന്നുണ്ട്. ഈ നേത്രാവതി കടന്നൊരു വണ്ടി നല്ല സ്പീഡിൽ പോവാണ്. നേത്രാവതി പാലം വലിയ ഭാഗത്ത് നേരെ അങ്ങേറ്റത്തേക്ക് പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി. സ്പീഡ് 42 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഞാൻ വന്ദേ ഭാരതിന് നമ്മുടെ മംഗലാപുരത്ത് നിന്ന് തൊട്ട് എറണാകുളം വരെയാണ് എടുത്തേക്കുന്നത്. എറണാകുളം ജംഗ്ഷൻ വരെ ഏകദേശം 1075 രൂപയാണ് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചേക്കുന്നത്. അപ്പം
കൊടുത്ത എമൗണ്ടിന് വെറുത്താണ്. അതായത് ഉണ്ട് ഒരു മാതൃഭൂമി പത്രം കൊണ്ടു തന്നു, മലയാളം പത്രം. അതും വായിച്ച് അങ്ങനെ കുറച്ച് നേരം ഇരുന്നു. 1075 രൂപയാണെങ്കിൽ 5 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് വണ്ടി അവിടെ ചെല്ലും, കറക്റ്റ് അവിടെ ചെല്ലും. കൊടുക്കുന്ന എമൗണ്ടിന് വെറുത്താണ്. അങ്ങനെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് വന്ദേ ഭാരത്. നേരത്തെ ഇവിടെ നിന്നായിരുന്നു സ്റ്റാർട്ടിങ്. ഈ 2 ആഴ്ചയായേ ഉള്ളൂ ഈ വണ്ടി മംഗലാപുരത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട്. അങ്ങനെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഈ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, കന്നഡ പോലുള്ള ലാംഗ്വേജുകളിലെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ചായ വന്നിരിക്കുന്നു. ചായയും 2 ബിസ്ക്കറ്റും, അതായത് ഇങ്ങനൊരു പാക്കറ്റിലായിട്ട് 2 ബിസ്ക്കറ്റും. പിന്നെ ഇത് ചായയുടെ സംഭവമാണ്. ഇത് പൊട്ടിച്ചിടുമ്പോഴേക്കും പഞ്ചസാര, അതായത് ചായപ്പൊടി സംഭവങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം ഇതാണ് സംഭവം. ഇനി അവർ ചൂടുവെള്ളം കൊണ്ടുതരും. അപ്പോൾ അത് കഴിഞ്ഞ് ഈ സാധനം പൊട്ടിച്ചിട്ട് ഇതിവിടെ ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞ് ഇളക്കി കഴിഞ്ഞാൽ ചായ റെഡി. ചായയും ബിസ്ക്കറ്റും കൂട്ടി ഈ ട്രെയിൻ പടപടാന്ന് പറഞ്ഞ് നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു ടൈം ലാപ്സ് എടുത്താണ് പോകുന്നതിൻ്റെ. അങ്ങനെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇതുണ്ടോ ക്ലാസ്സിൽ ചൂടുവെള്ളം കൊണ്ടുവന്നു, നല്ല ചൂടുവെള്ളം കൊണ്ടുവന്നു. ചൂടുവെള്ളത്തിലേക്ക് ഇനി ആ സാധനം പൊട്ടിച്ചിടണം. എൻ്റെ ഇടയ്ക്ക് എനിക്ക് കിട്ടിയ ചായയുടെ ആ ഒരു ഫ്ലേവർ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി ഏലക്ക ചായ ആക്കി. പിന്നെ അതിലേക്ക് പൊട്ടിച്ചിട്ട് ചായ കുടിക്കട്ടെ. കണ്ടോ, കളർ പയ്യെ മാറി തുടങ്ങുന്നുണ്ടോ? പൊട്ടിച്ചിടുമ്പോഴേക്കും അത് ഫുള്ള് പൊട്ടിച്ചിടുമ്പോഴേക്കും കറക്റ്റ് ചായ പോലെ ആവും. ഇനിയുള്ള പാൽപ്പൊടിയും ഇതും സംഭവങ്ങളെല്ലാം മിക്സാണെന്ന് എനിക്ക് തോന്നുന്നു ഇളക്കി കഴിയുമ്പോഴേക്കും. ആ പൊടി മൊത്തം ഇതിലായിട്ട് ഇളക്കി റെഡിയാക്കുന്നവർ ഇതായതുണ്ടോ ഒരു സ്റ്റിക്ക് അവർ വന്നിട്ടുണ്ട്, അത് വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഗ്ലാസ്സിൽ. ഇളക്കി സംഭവം എല്ലാം ഇവിടെ മിക്സാണല്ലോ, ഈ പൗഡറാണല്ലോ. ഇത് നോക്കിയാൽ ട്രെയിനിൽ പോയപ്പോൾ നല്ലൊരു മനോഹരമായ ഒരു ദൃശ്യം കണ്ടോ ഒരു പുഴയുടെ ഒരു ഫാം ട്രെയിൻ കടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതുണ്ടോ രാവിലത്തെ മോർണിംഗ് സൂര്യൻ ആയിട്ട് നിൽക്കുന്ന ഒരു വിഷ്വല്. അപ്പോൾ ജസ്റ്റ് ക്യാമറയിലെടുത്തു. ഇതുണ്ടോ പോന വഴിക്ക് കണ്ടൽക്കാടുകൾ, മരങ്ങൾ, ഒരുപാട് നല്ല പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് പോരുവാണ് വണ്ടി. കാസർഗോഡ് നിന്ന് കണ്ണൂർ ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 സൈഡിലും കാണുന്ന പച്ചപ്പും ഹരിതാഭയും അതുപോലെ തന്നെയുള്ള കാഴ്ചകളും ഉണ്ടതായതുണ്ട്. ഈ സൂര്യൻ്റെ വേറൊരു അടിപൊളി വിസ്മയം ആയിട്ടുള്ളൊരു സംഭവം. അങ്ങനെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. ഏകദേശം ഒരു 110 കിലോമീറ്ററൊക്കെ സ്പീഡിലാണ് വണ്ടി പോകുന്നത്, മംഗലാപുരം ടു പോകുന്നത്. ഇനി അങ്ങോട്ട് എങ്ങനെയാവും അറിയത്തില്ല. ഇനി അങ്ങോട്ട് ഈ സെയിം സ്പീഡ് തന്നെയാണ് എറണാകുളം വരെ എത്തുന്നതെന്ന് അറിയത്തില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. അങ്ങനെ നമ്മുടെ വണ്ടി നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതതിൻ്റെ എടുത്തൊരു ടൈം ലാപ്സാണ്. അപ്പം നല്ല മനോഹരമായ കാഴ്ചകളും വിവിധ സ്റ്റേഷനുകളെല്ലാം പിന്നിട്ട് വണ്ടി ട്രിവാൻഡ്രം ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഒപ്പം പല ട്രെയിനുകൾ കാര്യങ്ങളൊക്കെ പോകുന്നതൊക്കെ കണ്ടായിരുന്നു. പല സ്റ്റേഷനുകളെല്ലാം പടപടയെന്ന് മാറി മറിഞ്ഞ് പോകുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി. ഇതിലൊരു സ്വീറ്റായിട്ടുള്ളൊരു സാധനം ചട്നി, പിന്നെ ഒരു കപ്പ് കേക്ക് പോലത്തെ ഒരു സാധനം, പിന്നെ ഒരു വട, പിന്നെ 2 ഇടിയപ്പം, കടലക്കറി, പിന്നെ ചായ. ഇത്രയാണ് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഗൈസ് ബ്രേക്ക്ഫാസ്റ്റ് വന്നു. അപ്പോൾ കൈ കഴുകാൻ വേണ്ടി വന്നതാണ്. ഇതാണ് വന്ദേ ഭാരതിൻ്റെ ടോയ്ലറ്റ് സംഭവങ്ങൾ. ഇതാണ് വാഷ് ബേസിൻ. ഇവിടെ ഒരു ഓട്ടോമാറ്റിക് സോപ്പ് ഡിസ്പെൻസർ ഉണ്ട്. ഇവിടെ ഒരു ഹാൻഡ് ഡ്രയർ ഉണ്ട്, ടച്ച് ഫ്രീ ഹാൻഡ് ഡ്രയർ. ഇതാണ് ടോയ്ലറ്റ്. ഇവിടെ ടോയ്ലറ്റ് പേപ്പർ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഇത് എയറോസോൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷറാണ്. പിന്നെ എനിക്കൊരു ചെറിയൊരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ ഈ ടിഷ്യൂ റോൾ ഇവിടെ എന്തെങ്കിലും ഇവരെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയിരിക്കും. എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ട് അങ്ങനെ ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, സെറ്റാണ്.
പിന്നെ പോയി ചായ കുടിക്കണം. 11:45 എറണാകുളത്ത് എത്തും. അപ്പം ബാക്കി ചായയുടെ കാര്യങ്ങൾ നമുക്ക് ശേഷങ്ങൾ കാണാം. ഇതാണ് ചേർക്കാറിൻ്റെ ഒരു വിദൂര ദൃശ്യം. ടോയ്ലറ്റിൻ്റെ ആ ഭാഗത്തു നിന്നുള്ള ദൃശ്യം. ഒരു സൈഡിൽ ഇന്ത്യൻ, മറ്റേ സൈഡിൽ യൂറോപ്യൻ ടൈപ്പ് ആണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ചായ കുടിച്ച് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ നെൽപ്പാടങ്ങൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പ്രകൃതി രമണീയതൊക്കെ ആസ്വദിച്ച് ഇരുന്ന് പോകാം. ഒപ്പം ഫോണിൽ ഞാൻ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തു. ഇത് ടൈം ലാപ്സ് ആട്ടോ നിങ്ങൾ കാണുന്നത്. ഇത് ടൈം ലാപ്സ് ആണ്. ഏകദേശം ഒരു 10-15 മിനിറ്റൊക്കെ ആയിട്ട് എടുത്ത് ഷൂട്ട് ചെയ്തേക്കുന്ന ടൈം ലാപ്സ് കാര്യങ്ങളാണ് നിങ്ങൾ ഈ സെക്കൻഡുകളായിട്ട് കാണുന്നത്. അങ്ങനെ ഇപ്പോൾ ഏകദേശം വെയിലൊക്കെ വന്ന് നല്ലൊരു ഭംഗിയാണത് ഇത് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പോകുന്ന ഭാഗത്ത് ചില ഭാഗങ്ങളിലൊക്കെ ഇതിൻ്റെ പണികൾ, ട്രാക്കിൻ്റെ പണികൾ, വർക്കുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വണ്ടി പയ്യെ ഷൊർണൂരിലേക്ക് അടുക്കുവാണ്. പല നോട്ടിഫിക്കേഷനുകൾ, ഇൻഫർമേഷനുകൾ, പാസഞ്ചർ ഇൻഫർമേഷൻ കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നുണ്ട്. ഓൾറെഡി വണ്ടി ഇപ്പം മംഗലാപുരത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 2 ആഴ്ചയായുള്ളൂ. പക്ഷേ അതുകൊണ്ട് തന്നെ കന്നഡ, ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ് പോലുള്ള ലാംഗ്വേജുകളിൽ പറയുന്നുണ്ട്. ട്രെയിൻ പൂർണ്ണമായി നിർത്തിയതിനു ശേഷം മാത്രം ദയവായി ശ്രദ്ധാപൂർവ്വം ഇറങ്ങുക. നമ്മുടെ വണ്ടി അങ്ങനെ ഷൊർണൂർ സ്റ്റേഷനിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പയ്യെ സ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഷൊർണൂരേക്ക്. ഇനിയിപ്പോൾ ഷൊർണൂർ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും സ്പീഡ് കുറയാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ വണ്ടി ഷൊർണൂരിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാറ്റ്ഫോമിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഷൊർണൂരിലും പണികൾ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, റെയിൽവേ സ്റ്റേഷൻ്റെ എന്തൊക്കെയോ. അങ്ങനെ നമ്മുടെ വണ്ടി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പല പ്ലാറ്റ്ഫോമുകളിലും പുതിയ എന്തൊക്കെയോ റെയിൽവേയുടെ പ്രോജക്റ്റുകളുടെ പ്രകാരം ഇത് പണികൾ കാര്യങ്ങൾ നടക്കുവാണ്. ഇവിടുത്തെ മേൽപ്പാലം, അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം നവീകരണം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കുറച്ചധികം നാളുകളായി തുടങ്ങിയിട്ട് ഇതിൻ്റെ വർക്കുകൾ കാര്യങ്ങൾ. എന്ന് കഴിയുമെന്ന് അറിയത്തില്ല. ഇതേപോലെ തന്നെയാണ് നമ്മുടെ എറണാകുളം ടൗണ്, എറണാകുളം നോർത്ത്, എറണാകുളം സൗത്ത് പോലുള്ള സ്റ്റേഷനുകളിലും. അങ്ങനെ നമ്മുടെ വണ്ടി ഷൊർണൂർ വിട്ടു. ഇനി അടുത്ത സ്റ്റേഷൻ തൃശ്ശൂരാണ്. പക്ഷേ ഇവിടുന്ന് മംഗലാപുരം ടു ഷൊർണൂരിന് മുമ്പ് വരെ ഏകദേശം 110 കിലോമീറ്ററിലായിരുന്നു വണ്ടി പോകുന്നതായിരുന്നു. പിന്നെ അതിനുശേഷം സ്പീഡ് കുറവാണ്. ഇപ്പോൾ 80-81 മേളിലേക്ക് വണ്ടി സ്പീഡ് കയറിയിട്ടില്ല ഇതേവരെ. എനിക്ക് തോന്നണേ നമ്മുടെ ഷൊർണൂർ കഴിഞ്ഞിട്ടാണ് ഏറ്റവും കൂടുതൽ വളവുകളും തിരിവുകളും ഒക്കെ കൂടുതലുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ 80-81 സ്പീഡിൽ പോകുന്നത്. അവിടെ നിന്ന്, അതായത് മംഗലാപുരത്തു നിന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, അരമണിക്കൂർ ഏതാണ്ടിൽ കാസർഗോഡെത്തി. 110 വിട്ടടിച്ച് പോരും ഇതേ. പക്ഷേ ഇവിടെ ഷൊർണൂർ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സ്ലോ ആയിട്ട് പോന്നപ്പം അതിനിപ്പം താമസിയാതെ ട്രാക്കിൻ്റെ എല്ലാ അപ്ഗ്രേഡേഷൻ കാര്യങ്ങളെല്ലാം അനുസരിച്ച് സ്പീഡ് കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അവസാനം നമ്മുടെ വണ്ടി തൃശ്ശൂരെത്തി. തൃശ്ശൂർ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വണ്ടി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വണ്ടിയിൽ അത്യാവശ്യം നിറച്ച ആളായിട്ടുണ്ട്. നമ്മുടെ കാസർഗോഡ് കഴിഞ്ഞ് കണ്ണൂരായപ്പോഴേക്കും അത്യാവശ്യം നിറച്ച ആളായിരുന്നു. ഒട്ടുമിക്ക സീറ്റെല്ലാം ഫുള്ളായിരുന്നു. അങ്ങനെ വണ്ടി തൃശ്ശൂർ ഇവിടെ നിർത്താൻ പോവാണ്. അത്യാവശ്യം നല്ല, അതായത് ഇപ്പോൾ ഷൊർണൂരിന് ശേഷം ഡിലേ ആണെങ്കിലും ടോട്ടൽ എറണാകുളം വരെ ഏകദേശം ഒരു 5 മണിക്കൂറിൽ വണ്ടി, 5 മണിക്കൂർ 45 മിനിറ്റിൽ വണ്ടി എത്തും. പെട്ടെന്ന് പോകേണ്ടവർക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു പ്രിഫറബിൾ ഓപ്ഷനാണ് വന്ദേ ഭാരത്. ഫുഡും കിട്ടും ഇതായിട്ട്. ഈ കാണുന്ന റെയിൽവേ ട്രാക്കുണ്ട്, ഇത് നമ്മുടെ ശബരി റെയിൽവേ പാതയുടെ ഉണ്ടായിരുന്ന റെയിൽവേ ട്രാക്കാണ്. ഇത് നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്, അതായത് സിയാൽ കൊച്ചി എയർപോർട്ടാണത്. സോളാർ പാനൽ സംഭവങ്ങളൊക്കെ
എയർപോർട്ടിൻ്റെ വിശാലമായ നല്ലൊരു കാഴ്ചയാണ്. പോകുമ്പം ക്ലിയർ വിഷനാണ്. ഏതോ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏതോ ഒരെണ്ണം അവിടെ നിന്ന് ലാൻഡ് ചെയ്യണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മുടെ നെടുമ്പാശ്ശേരിയും കടന്ന് നമ്മുടെ ട്രെയിൻ എറണാകുളം ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയാണ്. അത്യാവശ്യം നല്ല ലഗേജ് ഉണ്ടായിരുന്നുണ്ട്. കൂലി ചേട്ടന്മാരെ വന്ന് ചോദിച്ചപ്പോൾ അവർ വണ്ടിയായിട്ട് വന്നു. അപ്പം അങ്ങനെ ആ വണ്ടിയിൽ ഇതായി ഇതുണ്ട്. ഈ ചേട്ടൻ എൻ്റെ ലഗേജ് കൊണ്ടുപോകണത് ഇതിൽ പോകുന്നു. നമ്മുടെ വന്ദേ ഭാരത് തിരുവനന്തപുരത്തിന് ആലപ്പുഴ വഴി പോകുന്ന വണ്ടിക്കാണ് നമ്മൾ വന്നത്. അങ്ങനെ പറഞ്ഞ് 11:45 വരേണ്ട വണ്ടി ഒരു 2 മിനിറ്റ് ലേറ്റ് ആയുള്ളൂ. 47:എത്തി. പക്ഷേ തിരുവനന്തപുരം പോകുന്ന ടൈമിൽ വണ്ടിയെല്ലാം അപ്പോൾ ട്രെയിനിൻ്റെ വിഷ്വലും എടുത്തുകൊണ്ടതേ മുന്നിൽ ആ ചേട്ടൻ എൻ്റെ ലഗേജ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഏതായാലും ലഗേജ് ഇതാക്കിയതിന് വലിയ പേയ്മെൻറ്റൊന്നും ആയില്ല. 200 രൂപ ചേട്ടൻ വാങ്ങിയുള്ളൂ. അങ്ങനെ അതിനുശേഷം നാട്ടിലേക്ക് പോകുന്ന വഴി ഇതായതുകൊണ്ട് ഇത് കൊച്ചിയിലെ ട്രാഫിക്കാണ്. മുമ്പൊക്കെ ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് മെട്രോ വന്നു കഴിഞ്ഞാൽ ട്രാഫിക്ക് ബ്ലോക്കുകളില്ല അങ്ങനെ എല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും കൂടുതൽ ആൾക്കാർ പല ചാനലുകളിൽ കണ്ടായിരുന്നു മെട്രോ ആണ് ആദ്യം എത്തുന്നത്, ബ്ലോക്ക് ഇപ്പോഴും ആദ്യം എത്താമെന്നൊക്കെ പറഞ്ഞ് കണ്ടായിരുന്നു. പക്ഷേ റോഡിൽ കൂടെ പോകുന്നവർക്ക് ഇപ്പോഴും ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ചില സ്ഥലത്തൊക്കെ പെടാറുണ്ട്, ബ്ലോക്ക് ആവാറുണ്ട് പീക്ക് ടൈമുകളിൽ എസ്പെഷ്യലി. അപ്പം അങ്ങനെ കുറച്ച് നേരം ഇതുണ്ട് ബ്ലോക്കിൽ ഇങ്ങനെ കിടക്കുവാണ്, ബ്ലോക്കിലായിട്ട് ഇങ്ങനെ കിടക്കുവാണ്. ഇതെനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടെ കടവന്ത്ര എന്ന് എനിക്ക് തോന്നുന്നു. കടവന്ത്ര എന്ന് തോന്നുന്നു. കടവന്ത്ര ഭാഗത്താണിത്. നമ്മൾ നേരെ തൊടുപുഴ ലക്ഷ്യമാക്കി, നമ്മുടെ നാടായിട്ടുള്ള തൊടുപുഴ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ. അങ്ങനെ ഫൈനലി നമ്മുടെ സ്വന്തം നാടായ തൊടുപുഴ എത്തി. ഈ മുന്നിൽ കാണുന്ന ഈ വൈറ്റ് കളറിലെ ഈ ബിൽഡിങ്ങാണ് തൊടുപുഴയുള്ള സ്മിത ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ. അതൊരു ക്യാൻസർ സെൻ്ററാണ്. ഇപ്പം തൊടുപുഴയിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ഫേമസ് ഹോസ്പിറ്റലാണ്. ഡോക്ടർ സുരേഷ് അദ്വാനി എന്ന് പറഞ്ഞൊരു ഡോക്ടർ പുള്ളിയുടെ മോളുടെ ഓർമ്മയ്ക്കായിട്ട് തുടങ്ങിയൊരു ഹോസ്പിറ്റലാണ്. ഇത് നമ്മുടെ വെങ്ങലൂർ സിഗ്നൽ ജംഗ്ഷൻ്റെ അവിടെയാണ്. ഈ വെങ്ങലൂർ സിഗ്നൽ ജംഗ്ഷൻ ആവുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ മംഗലാപുരത്ത് തൊട്ട് എറണാകുളം വരെയുള്ള ഇത് വന്ദേ ഭാരതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.